മെൽബണിലെ ഞങ്ങളുടെ താമസ സൗകര്യം ഒന്ന് പരിശോധിക്കാം. ഇവിടെ സെറ്റി ഹാള്, ഒരു ഇരുന്ന് എഴുതാനും മേശയും കസേരയും, ഒരു പാചകം, ഇവിടെ കിറ്റ്കാറ്റ്, സ്നിക്കറ്, ഇവിടെ ചെറിയ ഫ്രിഡ്ജ്, സിങ്ക്, 2 പേർക്ക് കിടക്കാൻ വലിയൊരു കട്ടിൽ, അതിന് എൻ ടേബിൾ, ഇവിടെ വാഷ് ബേസിൻ, ഷേവിങ്ങിനും ഉള്ള സൗകര്യം, ടബ്ബോട് കൂടിയ ബാത്റൂം. ഇതാണ് മെൽബണിലെ താമസ സൗകര്യം. 5 സ്റ്റാർ ഹോട്ടൽ എന്നാണ് പറയുന്നത്. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അലമാരയ്ക്കകത്ത് 2 ബാത്ത് റോബ്, സേഫ്റ്റി ലോക്ക്, നമ്മുടെ വെല്ലുവിളിപ്പുള്ള സാധനങ്ങളൊക്കെ വെച്ച് പൂട്ടാൻ, അകത്തിട്ടുകൊണ്ട് തണുപ്പത്തിന് നടക്കാൻ ചെരുപ്പ്, ഹെയർ ഡ്രയർ, തേപ്പ് പെട്ടി, തേപ്പ് മേശ. ഇനി സംഭവം അതൊന്നുമല്ല, ഇതൊന്നും നോക്കിക്കേ എങ്ങനെയുണ്ട് സംഭവം. പിന്നെ ഇവിടെ ഇരുന്ന് സൊറ പറയാനായിട്ട് ഒരു ചെറിയ സോഫ പോലെ ഒരു സംഭവം. ആടി കൊടുത്ത കാശ് ഇപ്പോഴേ മുതൽ. ഗുഡ് മോർണിംഗ് ഫ്രം മെൽബൺ. ഞങ്ങൾ വിക്ടോറിയ മാർക്കറ്റിലേക്ക് പോകാനായിട്ട് ട്രാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് ട്രാം ഫ്രീ ആയിട്ട് ആണ് ഉള്ളത്. അത് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പോകാനുള്ള ട്രാം അതാ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ചില ഭാഗങ്ങളിൽ പോകുന്നതിന് ഇതിന് പൈസ കൊടുക്കണ്ട, അന്നേരം ആ സൗകര്യം ഉപയോഗിച്ചാണ് ഇപ്പോൾ രാവിലത്തെ ഈ യാത്ര. പിന്നെ ഞങ്ങൾ ഈ പോകാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 മണിക്ക് തുറന്ന് 3 മണിയാകുമ്പോൾ അടയ്ക്കും. അതുകൊണ്ട് സൈറ്റ് സീയിങ് കഴിഞ്ഞിട്ട് ഷോപ്പിംഗ് എന്നുള്ള പരിപാടി നടക്കത്തില്ല. അതുകൊണ്ടാണ് കൊച്ചുവെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പുറപ്പെട്ടത്. ഇപ്പം 11 ഡിഗ്രിയാണ് വെളിയിലത്തെ ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കൂട്ടാതെ ഞങ്ങൾ 2 പേരും മാത്രമേ ഇറങ്ങി തിരിച്ചത്. ട്രാമിനകത്ത് കയറിയിരിക്കുകയാണ്. രാവിലെ യാത്രക്കാർ തുലവും തുച്ഛമാണ്. ക്രിസ്മസൊക്കെ കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ചയല്ലേ. ട്രെയിൻ നിർത്താനായി ചുമന്ന ബട്ടൺ ഞെക്കുക. ഞങ്ങൾക്ക് താമസം ഒരുക്കിയിരിക്കുന്ന സ്റ്റാംഫോർഡ് ഹോട്ടലിൻ്റെ മുൻവശത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. പ്ലാസ ഹോട്ടലിൻ്റെ ഉൾക്കാഴ്ചകൾ. സുനിതയും കുഞ്ഞുങ്ങളും കൂടെ ലിഫ്റ്റിൽ കയറി പ്രഭാത ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലെ പ്രഭാത ഭക്ഷണം താമസത്തിൻ്റെ ഭാഗമാണ്. അത് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തുന്നു. രാവിലെ തന്നെ പലതരത്തിലുള്ള സൂപ്പുകളും അവയിൽ ചേർക്കേണ്ട ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ ഉണ്ട്. ഇവിടെ മെഷീനിൽ നിന്നും പലതരത്തിലുള്ള കാപ്പികൾ ഉണ്ടാക്കാം. ഇവിടുന്ന് കപ്പെടുത്ത് വെച്ചിട്ട് ബട്ടൺ ഞെക്കിയാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കാപ്പി കിട്ടും. പിന്നെ ഇവിടെ പഴവർഗ്ഗങ്ങൾ, കേക്ക്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ പിന്നെ നമ്മുടെ ഒരു ഷെഫുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖം ഞാൻ കാണിക്കുന്നില്ല. അദ്ദേഹം നമ്മൾ പറയുന്ന രീതിയിലുള്ള ഓംലെറ്റുകൾ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടുത്തി ആവശ്യമനുസരിച്ച് ഉണ്ടാക്കിത്തരും. പിന്നെ ഇവിടെ നമ്മുടെ എഗ് സ്ക്രാമ്പിൾഡ്, സോസേജ്, ബേക്കൺ, അങ്ങനെ പലതരത്തിലുള്ള ഫുഡുകളുണ്ട്. ഇവിടെ ടൊമാറ്റോ ചുട്ടത്, പലതരത്തിലുള്ള ബ്രെഡുകൾ. ഇതൊരു നല്ലൊരു മെഷീനാണ്. നമ്മുടെ തട്ട് ദോശ പ്ലേറ്റ് ഈ ഭാഗത്തായിട്ട് വെക്കുക. വെച്ചതിന് ശേഷം ബട്ടൺ ഞെക്കിയാൽ 2 ദോശ റെഡിയായിട്ട് ചൂടായിട്ട് ഉണ്ടാക്കി തരും. ഇവിടെ ദോശയ്ക്ക് ഉപയോഗിക്കുന്നത് തേൻ പോലെയുള്ള ഒരു സാധനമാണ്, മേപ്പിൾ സിറപ്പ് എന്ന് പറയും. പിന്നെ പലതരത്തിലുള്ള ബ്രെഡുകളുണ്ട്. അതെടുത്ത് അങ്ങനെയും കഴിക്കാം, അല്ല ടോസ്റ്റ് ചെയ്ത് കഴിക്കേണ്ടവർക്ക് കഴിക്കാം. ഇനിയും ബ്രെഡിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനുള്ള പലതരത്തിലുള്ള ജാമുകളാണ് ഇരിക്കുന്നത്. പീനട്ട് ബട്ടർ, ആപ്രിക്കോട്ട്, ഓറഞ്ച്, പൈനാപ്പിൾ, സ്ട്രോബെറി, അങ്ങനെ. പിന്നെ ചൂട് ഹോട്ട് സോസസ്, കെച്ചപ്പ് പോലത്തെ എരി കൂടിയ പലതരത്തിലുള്ള സോസുകൾ. ഇങ്ങനെ ഇതെല്ലാം നമ്മുടെ താമസത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള സാധനങ്ങളാണ്.
മെൽബണിലെ ചാല മാർക്കറ്റിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇവിടെ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ വിൽക്കുന്ന സെക്ഷനിലാണ് ഇപ്പോൾ കയറിയത്. ഞങ്ങൾ രാവിലെ ഞാൻ സുനിതയും കൂടെ വന്ന് ഒരു ജാക്കറ്റ്, ഇച്ചിരി തണുപ്പുണ്ടായിരുന്നു, 11 ഡിഗ്രി ആയിരുന്നു രാവിലത്തെ തണുപ്പ്. അതുകൊണ്ട് രാവിലെ 2 ജാക്കറ്റ് വാങ്ങിച്ച് തിരിച്ചു പോയിട്ട് ഇപ്പോൾ എല്ലാവരുമായിട്ട് വന്നിരിക്കുകയാണ്. പലതരത്തിലുള്ള കൂണ്, പഴവർഗ്ഗങ്ങൾ എല്ലാം ഇവിടെ വിൽക്കുന്നു. ചാല മാർക്കറ്റിലെ രാവിലത്തെ പർച്ചേസിങ് കഴിഞ്ഞ് എല്ലാവർക്കും ഉള്ള സോനിയറുമൊക്കെ വാങ്ങിച്ച് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. മെൽബൺ യാത്രയുടെ 1-ാം ദിവസം രാവിലെ സ്വയമായിട്ട് കുറച്ച് കറങ്ങിയതിന് ശേഷം ഇപ്പോൾ ടൂർ ഓപ്പറേറ്ററുടെ ബ്രൈറ്റൺ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഇത് ആദ്യത്തെ സ്റ്റോപ്പാണ്. ഇവിടെ വളരെ പ്രസിദ്ധമായ ഒരു ബീച്ചുണ്ട്, അങ്ങോട്ട് എല്ലാവരും പോകുന്നു. ബീച്ചിൽ രാവിലെ തന്നെ ആളുകളെത്തി എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓസ്ട്രേലിയ ബീച്ചുകൾക്ക് പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. പായ്ക്കപ്പലിലും സ്പീഡ് ബോട്ടിലും ഒക്കെ ആയിട്ട് ആളുകൾ കടലിനുള്ളിൽ പോയി എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങൊരു കപ്പലുണ്ട്. ഈ ബീച്ചിൻ്റെ പ്രത്യേകത ഇവിടെ ഈ കാണുന്ന ഈ വർണ്ണ കളറിലുള്ള ഹട്ടുകളാണ്. ഇത് എനിക്ക് തോന്നുന്നു വാടകയ്ക്കെടുത്ത് ആളുകൾ താമസിക്കുകയോ അങ്ങനെ ഏതാണ്ടൊരു പരിപാടിയുണ്ട്. ഗൈഡ് വിവരിച്ചായിരുന്നു, ഞാൻ നല്ല ഉറക്കമായിരുന്നു. അത് എന്തുവാ കൃത്യമായിട്ട് പറഞ്ഞതെന്ന് അറിയത്തില്ല. ബ്രൈറ്റൺ ബീച്ചിലെ ഹട്ട്സ് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്നത്തെ യാത്രയുടെ 2ാമത്തെ സ്റ്റോപ്പ് മൂൺ ലിറ്റ് സാങ്ച്വറി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ആളുകൾ അനധികൃതമായി പിടിച്ചുകൊണ്ടുപോയ മൃഗങ്ങളെയെല്ലാം വന്യജീവി വകുപ്പ് പിടിച്ചുകൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ്. കൂടാതെ സ്വതന്ത്രമായി നടക്കുന്ന പക്ഷികളും മറ്റും ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് പൈസ കൊടുത്താൽ ഇവരെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള തീറ്റി വാങ്ങിക്കാൻ കിട്ടും. 3 ഓസ്ട്രേലിയൻ ഡോളറാണ് ഈ ടിന്നിന് വില. ഇത് കൊടുത്താൽ കങ്കാരുവൊക്കെ നമ്മുടെ അടുത്തോട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കങ്കാരുവിനെ കാണാൻ ഈ പാതയിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരെണ്ണം ഇവിടെ ഈ തണലത്ത് ഇവിടെ വന്ന് പാത്തിരിപ്പുണ്ടായിരുന്നു. ഉണ്ട്. ഞാനിവിടെ ദൂരെ നിന്നുകൊണ്ട് സൂം ചെയ്ത് കാണിക്കാം. കണ്ടോ? ഓക്കെ, ചെറക്കുട്ടി അതിന് തീറ്റി കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. നോക്കട്ടെ എന്താവുമെന്ന്. ഓസ്ട്രേലിയയിലെ പ്രാദേശിക മൃഗമായ ഡിങ്കോയെ പറ്റിയുള്ള ഒരു ക്ലാസ് എടുക്കാൻ പോവാണ്. Welcome to Moonlit, everyone. My name is Jake. I am one of the mammal keepers here today. And in this enclosure with me here, I do have 2 very beautiful dingoes. Over to my left here. കൊക്കബൂറ എന്നു പേരുള്ള ഓസ്ട്രേലിയൻ പച്ചത്തത്ത മൂങ്ങകളെയും മറ്റ് പക്ഷികളെയും ഇട്ടിരിക്കുന്ന ഒരു കൂട്. ഗ്രേറ്റർ സൂട്ടി പൂമ, മൂങ്ങ ഉരയ്ക്കുന്ന മൂങ്ങ. ശബ്ദം ശ്രദ്ധിക്കാം. നമ്മളെക്കാട്ടി മുന്നേ വന്നവരൊക്കെ കൊടുത്ത ഭക്ഷണമെല്ലാം കഴിച്ച് ഇപ്പം നല്ല വിശ്രമത്തിലാണ്. ആരും ഇങ്ങോട്ടൊന്നും വരുന്നില്ല. കാശ് കൊടുത്ത് മേടിച്ചാൽ നമ്മൾ തന്നെ തിന്നേണ്ടി വരുന്ന ഭക്ഷണമാണ്. മറ്റൊരു വാലബി ഇരിക്കുന്നു. ഇവിടെ ചിലർ ആഹാരം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നല്ലപോലെ വയറ് നിറച്ച് ആഹാരം കഴിച്ചു. ഇനി ശകലം വെള്ളം കുടിക്കട്ടെ, എന്നിട്ട് ഞാൻ അടുത്ത കാര്യം പറയാം. ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു 3 മണി സമയമാണ്. എല്ലാ കങ്കാരുക്കളും വാലബിയും എല്ലാം ആഹാരമെല്ലാം കഴിച്ച് നല്ല വിശ്രമത്തിലാണ്. തണലുള്ള സ്ഥലം നോക്കിയാണ് എല്ലാവരും ഇങ്ങനെ കിടക്കുന്നു. കുറച്ച് പേര് മാത്രം എഴുന്നേറ്റ് നിന്നെങ്കിലും ചെറുതായിട്ട് കുറിക്കുന്നുണ്ട്. എന്നാലും പൊതുവെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്.
ഓടി രക്ഷപ്പെട്ടത്. ഓക്കെ മതി. കുട്ടി എൻ്റെ പേരെന്താ ചോദിക്കുന്നത്? ഇതാണ് ഉറക്കം, സുഖനിദ്ര. ഉറങ്ങുന്നെങ്കിൽ ഇങ്ങനെ ഉറങ്ങണം കേട്ടോ, സുഖമായിട്ട്. യമു പക്ഷി തിളങ്ങുന്ന സാധനങ്ങളെല്ലാം കുത്തിക്കൊണ്ടുപോകും. അതുകൊണ്ട് കമ്മലുള്ളവരൊക്കെ ഊരി വെക്കണമെന്നാണ് സൂവിൻ്റെ നിർദ്ദേശം. പെൻഗ്വിൻ്റെ ആവാസ കേന്ദ്രമായ നോബീസ് പോയിന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ കുറച്ച് മാറി പെൻഗ്വിൻ പരേഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു മണിക്കൂറൂടെ കഴിയുമ്പം പെൻഗ്വിനുകൾ വെള്ളത്തിൽ നിന്നും കയറി വരും എന്നാണ് പറയുന്നത്. ഇവിടെ പെൻഗ്വിൻ്റെ മാളങ്ങളും പെൻഗ്വിനും ഉണ്ട്. ഇവിടെ രണ്ട് പെൻഗ്വിനെ കാണാം. രണ്ട് ഇവിടെ വന്നാൽ പെൻഗ്വിനെ കാണാം. പെൻഗ്വിൻ്റെ കുഞ്ഞ് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ടോ കണ്ടോ? നോബീസ് പോയിന്റിൽ മനുഷ്യനിർമ്മിതമായ നടപ്പാതയുടെ ഏറ്റവും അറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സമുദ്രം അതിമനോഹരമായി അനേകം കാഴ്ചകളെല്ലാം കാലാവസ്ഥയെല്ലാം ഇവിടെ ഇവിടുത്തെ കടൽ തീരത്ത് സന്ധ്യാസമയമാകുമ്പോൾ പെൻഗ്വിനുകൾ കരയ്ക്ക് അണയുന്നു. അത് കാണാനായിട്ട് ടിക്കറ്റ് എടുത്ത് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളും ടിക്കറ്റ് എടുത്ത് പെൻഗ്വിനെ കാണാൻ പോവുകയാണ്. അടുത്ത ഒരു 15-20 മിനിറ്റ് തൊട്ട് അതിങ്ങനെ കരയ്ക്ക് വന്നു തുടങ്ങും എന്നാണ് ഗൈഡ് പറഞ്ഞത്. അവിടെ എഴുതിയും വെച്ചിരുന്നു. ഇന്നലെ 1493 പെൻഗ്വിനുകൾ കരയ്ക്ക് വന്നതായിട്ട് കണക്ക് പറയുന്നു. പിന്നെ ഒരു കാര്യം ഇപ്പോഴേ പറയാം, സന്ധ്യ അണഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയോ വീഡിയോയോ എടുക്കാൻ പാടില്ല എന്നാണ് കർശന നിർദ്ദേശം തന്നിരിക്കുന്നത്. ഇതിലെ ലൈറ്റ് പെൻഗ്വിനുകളെ ഭീഷണിപ്പെടുത്തും. അത് തിരിച്ച് കടലിലേക്ക് പോകും കരയ്ക്കണയാതെ. അതുകൊണ്ട് ചിലപ്പോൾ ഇനിയും പെൻഗ്വിൻ വരുന്നത് സന്ധ്യ ആയിക്കഴിഞ്ഞാലാണ് വരുന്നതെങ്കിൽ ഫോട്ടോയോ വീഡിയോയോ കാണുകയില്ല. ഓക്കെ, ശുഭാപ്തിയോടെ നമുക്ക് ഇരിക്കാം.